ശ്രീശാന്തിന്റെ വിലക്ക് നീക്കില്ല എന്ന് ആവർത്തിച്ച് BCCI. ശ്രീശാന്തിന് കത്തയച്ചത് TC മാത്യു കൂടി പങ്കെടുത്ത യോഗ തീരുമാനത്തെ തുടർന്ന്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, വിശദാംശങ്ങൾ. സൗമ്യ, BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് നീക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീശാന്ത് കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി ഇക്കാര്യത്തിൽ BCCIയോടും കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും നിലപാടറിയിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് BCCI സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത്. അതായത് ശ്രീശാന്തിന്റെ വിലക്ക് നീക്കാൻ BCCI തീരുമാനിച്ചിട്ടില്ല എന്ന് BCCI ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. BCCIയുടെ CEO രാഹുൽ ജോഫ്രിയാണ് ഹൈക്കോടതിയിൽ സംബന്ധിച്ച മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ആ വിലക്ക് നീക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, മുൻ ഭരണസമിതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ മാറ്റം വരുത്തേണ്ട എന്നാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനമെന്നും BCCI ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. മുമ്പ് തനിക്കെതിരെയുള്ള വിലക്ക് നീക്കണം എന്നാവശ്യപ്പെട്ട് 2 തവണ ശ്രീശാന്ത് BCCIക്ക് നേരിട്ട് കത്ത് നൽകിയിരുന്നു. ഇത് നിരാകരിക്കപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീശാന്ത് ഹൈക്കോടതിയെ നേരിട്ട് സമീപിച്ചത്. ഹർജിയിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം ഇങ്ങനെയാണ്: സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ തനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആജീവനാന്ത വിലക്ക് അതിന് തടസ്സമാണ്. അതുകൊണ്ട് ആജീവനാന്ത വിലക്ക് നീക്കണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. മാത്രമല്ല, തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ദില്ലി പോലീസ് അന്വേഷിക്കുകയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതാണ്. ഈ റിപ്പോർട്ട് പരിഗണിച്ച കോടതി തന്നെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് കോടതി BCCIയോടും KCയോടും സത്യവാങ്മൂലം വിശദമായി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഏതായാലും BCCI നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ആജീവനാന്ത വിലക്ക് നീക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി നടപടി ഹൈക്കോടതിയിലാണ് നടക്കേണ്ടത്. ഹർജിയിൽ ഏതായാലും ഹൈക്കോടതി തുടർവാദം കേൾക്കും, തുടർന്ന് വിധി പറയും. അതോടെ മാത്രം ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നീങ്ങും. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിന്റെ വഴി തുറക്കുന്നു എന്ന് തന്നെ പറയാം. സാലി, സ്വാഭാവികമായും സാലി സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ശ്രീശാന്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വീണ്ടും കളിയിലേക്ക് വരാനുള്ള സാധ്യതകളെ വലിയ രീതിയിൽ ശരിവെക്കുന്നതാണ്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടുള്ള BCCIയുടെ ഈ ഒരു തീരുമാനം അതിപ്പോൾ കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയായിരിക്കും? ഇനിയിപ്പോൾ കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഈ വിഷയങ്ങൾക്ക് തന്നെ ആയിരിക്കുമോ പ്രാധാന്യം? ഇക്കാര്യത്തിൽ കോടതിയിൽ വിശദമായ വാദം തന്നെ വരും ദിവസങ്ങളിൽ നടക്കും. ഹർജി പരിഗണിക്കവേ ഒരു കാര്യം ഉറപ്പാണ്: കോടതി 2 കൂട്ടരുടെയും വാദം കേൾക്കും. ശ്രീശാന്തിന്റെ ആവശ്യങ്ങൾ കോടതി പരിഗണിക്കും. ഇതെല്ലാം കേട്ടതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി പറയുക. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ BCCIയോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു ഹർജി കോടതിക്ക് മുമ്പാകെ വന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു BCCIക്ക് നൽകിയിരുന്ന നിർദ്ദേശം. സ്വാഭാവികമായും BCCI കൊടുത്ത മറുപടിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ശ്രീശാന്തിന്റെ വാദം പ്രധാനമായും സൗദി സൂചിപ്പിച്ചതുപോലെ തനിക്കെതിരെ ഉയർന്ന പരാതി ദില്ലി പോലീസ് വിശദമായി അന്വേഷിക്കുകയും വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്താണ്. അതെല്ലാം പരിശോധിച്ചിട്ടാണ് കോടതി തന്നെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ സാഹചര്യത്തിൽ എതിരെയുള്ള ആജീവനാന്ത വിലക്ക് നിയമവിരുദ്ധമാണ് എന്നാണ് ശ്രീശാന്തിന്റെ വാദം. സ്വാഭാവികമായും കോടതി ആ വാദവും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: നിലവിൽ ഇതുവരെ ആജീവനാന്ത വിലക്ക് നീക്കാൻ BCCI തീരുമാനിച്ചിട്ടില്ല. മുൻ ഭരണസമിതിയുടെ തീരുമാനത്തിൽ നിലവിലുള്ള ഭരണസമിതിയും ഉറച്ചു നിൽക്കുന്നു. ശ്രീശാന്തിന്റെ വിലക്ക് തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ഇനി സ്വാഭാവികമായും നിയമ പോരാട്ടത്തിന്റെ വഴിയാണ് ശ്രീശാന്തിന്റെ മുന്നിലുള്ളത്. ഈ ഹർജിയിൽ കോടതി വാദം കേട്ട് ഒരു വിധി പറയുന്നതുവരെ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യും. സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീശാന്തിന്റെ വിലക്ക് നീക്കണ്ട എന്നൊരു നിലപാട് തന്നെയാണ് കോടതിയിലും BCCI ആവർത്തിച്ചിരിക്കുന്നത്. ഇനി കോടതിയാണ് ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുക.